ഹായ് ഡിയർ സ്റ്റുഡൻസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റീജിയണൽ ലേണിംഗ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ +2 എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ വർഷവും റിപ്പീറ്റ് ചെയ്ത് വരുന്ന എന്തായാലും ചോദിക്കുന്ന ഉറപ്പുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ്, അതായത് മൈക്രോ എക്കണോമിക്സിലെ ഇൻട്രൊഡക്ഷൻ, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിനൊരു ആമുഖം. ഇതിൽ നിന്ന് നമ്മൾ എന്തായാലും കരുതിയിരിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യനാണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെ ചോദിക്കും. പ്രധാനമായിട്ടും അത് 2-3 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുക. അതൊരു 3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും 3 എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര അളവിൽ, അതേപോലെ തന്നെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് ടൈപ്പ് ഓഫ് എക്കോണമി. അത് മാർക്കറ്റ് എക്കോണമി അല്ലെങ്കിൽ പ്ലാന്റ് എക്കോണമി ചോദിക്കും. ഇനി ഇതല്ലാതെ വെറും ടൈപ്സ് ഓഫ് എക്കോണമി വരികയാണെങ്കിൽ നമ്മൾ ആ 3 ടൈപ്സും അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. മാർക്കറ്റ് എക്കോണമി, പ്ലാന്റ് എക്കോണമി, അതേപോലെ തന്നെ മിക്സഡ് എക്കോണമി. പക്ഷേ കാര്യമായിട്ട് ചോദിക്കുന്നത് മാർക്കറ്റ് എക്കോണമിയും പ്ലാന്റ് എക്കോണമിയും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ മാർക്കറ്റ് എക്കോണമി പ്രധാനമായിട്ടും പ്രൈവറ്റിലാണ്, ദെൻ പ്ലാന്റ് എക്കോണമി അത് ഗവൺമെൻറ്റിനാണ്. ദെൻ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. PPC എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ PPCൻ്റെ ഡെഫിനിഷൻ എഴുതണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ടാബിൾ തന്നിട്ട് PPC വരക്കാനും ചോദിക്കും. അപ്പോൾ ഈ 2 രീതിയും ഈ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഈ ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് അനാലിസിസ് ചോദിക്കും. അതായത് 2 രീതിയിലുള്ള അനാലിസിസ് ഉള്ളത് എക്കോണമിക്ക്. ഒന്ന് പോസിറ്റീവ് എക്കോണമി, മറ്റൊന്ന് നോമാറ്റീവ് എക്കോണമി. അപ്പോൾ എന്താണ് നോമാറ്റീവ് എക്കോണമി, അതേപോലെ തന്നെ എന്താണ് പോസിറ്റീവ് എക്കോണമി, ഇത് രണ്ടും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, അത് ഓർത്ത് വെക്കുക. അത് എക്കോണമിയുടെ 2 അനാലിസിസ് ആണ്, വിശകലനമാണ്. അതായത് വാസ്തവിക സാമ്പത്തിക ശാസ്ത്രവും പ്രാമാണിക സാമ്പത്തിക ശാസ്ത്രവും. ഇത് രണ്ടും പ്രധാനമായിട്ടും 3 രീതിയിലുള്ള ഡിഫറൻസസ് ഉണ്ട്. ആ 3 രീതിയിലുള്ള ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഒരു 3 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ടൈപ്പ് ഓഫ് എക്കണോമിക്സ് ചോദിക്കും. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ 2 തരങ്ങൾ ഏതൊക്കെ ചോദിക്കും. പ്രധാനമായിട്ടും 2 ഒന്ന് മൈക്രോ, മറ്റൊന്ന് മാക്രോയാണ്. അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്തമാക്കുന്ന ഒരു 6 പോയിന്റ് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് 6ഉം പഠിച്ചു വെക്കുക. അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും അതേപോലെ തന്നെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഒന്നാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററുകളിൽ ഒന്ന്. രണ്ടാമത്തെ ചാപ്റ്ററും മറ്റൊന്ന് 3ാമത്തെ ചാപ്റ്ററാണ്. ഈ 2 ചാപ്റ്ററും അതേപോലെ തന്നെ മാക്രോയിലെ 2ഉം 3ഉം ഈ മൊത്തം 4 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ ഫുൾ അറിയുന്ന ഒരു കുട്ടി എക്കണോമിക്സ് പാസ്സായി എന്നാണ് പറയുക. അപ്പോൾ അത്രയും മാർക്കിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഒരു 11 മാർക്കിന് മിനിമം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ചാപ്റ്റർ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ ഒന്ന് മനസ്സിരുത്തി ഒന്ന് പഠിക്കണം. കുറച്ച് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉള്ള ഒരു ചാപ്റ്ററാണ്. അതായത് കർവ് വരക്കാനും വ്യത്യാസം കണ്ടുപിടിക്കാനൊക്കെ ഒരുപാടുള്ള ഒരു ചാപ്റ്ററാണ്. എന്നിരുന്നാലും ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാർഡിനൽ യൂട്ടിലിറ്റിയും ഓർഡിനൽ യൂട്ടിലിറ്റിയുമാണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചിലപ്പോൾ ചോദിക്കും. ദെൻ അതേപോലെ തന്നെ അതിൽ തന്നെ എന്ത് ചോദിക്കും, ടോട്ടൽ യൂട്ടിലിറ്റി, അതേപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി, അതായത് TU MU ഇതിൻ്റെയൊക്കെ മെഷേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗത വക്രം. ഇതൊരു ഷോർട്ട് എസ്സേ ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിസ്സംഗത വക്രത്തിൻ്റെ സവിശേഷതകൾ എഴുതി വെക്കണം. ഒരു 6 സവിശേഷത ഉണ്ട്, അത് 6ഉം പഠിച്ചു വെക്കണം. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കൺസ്യൂമർ ബഡ്ജറ്റ്. അപ്പോൾ കൺസ്യൂമർ ബഡ്ജറ്റ് എന്തായാലും ചോദിക്കും. ഉപഭോക്താവിൻ്റെ ബഡ്ജറ്റ് എന്നുള്ളത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. അതേപോലെ തന്നെ ബഡ്ജറ്റ് സെറ്റ് എന്താണെന്ന് ചിലപ്പോൾ അതിൻ്റെ കൂടെ ചോദിക്കാം. ദെൻ അതോടുകൂടി തന്നെ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ബഡ്ജറ്റ് ലൈൻ വരക്കാൻ വേണ്ടി ചോദിക്കും. ബഡ്ജറ്റ് രേഖ, ഫ്രെയിം ദ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ, ഹൊറിസോണ്ടൽ അതേപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള ഇന്റർസെപ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ സോപ്പ്, പിന്നെ ഹൊറിസോണ്ടലും അതേപോലെ തന്നെ വെർട്ടിക്കലും കണ്ടുപിടിച്ചിട്ട് ബഡ്ജറ്റ് ലൈൻ വരക്കാൻ വേണ്ടിയും ചോദിക്കും. അതുപോലെ തന്നെ കൺസ്യൂമർ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ലൈനിൽ എന്ത് സംഭവിക്കും, കൺസ്യൂമർ ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ലൈനിൽ എന്താണ് സംഭവിക്കുക, അതേപോലെ തന്നെ ഗുഡ് ലൈൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഗുഡ് ലൈൻ റേറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു 8 മാർക്കിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും ഈ സാധനം പ്രതീക്ഷിക്കണം. ബഡ്ജറ്റ് ലൈന് അവിടെ എഴുതി വെച്ചോളൂ. 100% ഈ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിലെ ബഡ്ജറ്റ് ലൈന്. ദെൻ മറ്റൊരു ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഓർ കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം, അതായത് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെ അനുകൂല ബിന്ദു. ഇതും ഒരു ഷോർട്ട് എസ്സേ ചോദിക്കാനാണ് ചാൻസ്. അപ്പോൾ സന്തുലിതാവസ്ഥയുടെ നിബന്ധനകൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് പഠിച്ചേക്കണം. ദെൻ മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് വില ഇലാസ്റ്റികത, അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അത് പ്രധാനമായിട്ട് ഒരു 5 ഡിഗ്രീസ് ഉണ്ട്. അത് 5 നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ 2ാമത്തെ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മുടെ 3ാമത്തെ ചാപ്റ്ററാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ഉൽപ്പാദനവും ചെലവും. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്, അതായത് ഉൽപ്പാദനത്തിലെ ധർമ്മങ്ങൾ ചോദിക്കും. പ്രധാനമായിട്ടും 2 രീതിയിലുള്ള ധർമ്മങ്ങളാണ്. പിന്നെ എന്താണ് ഐസോകോണ്ടെന്ന് ചോദിക്കും. അതേപോലെ തന്നെ ഐസോകോണ്ടിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെ ചോദിക്കും.
പിന്നെ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും തമ്മിലുള്ള വ്യത്യാസം, അതായത് ഡിഫറൻസസ് ചോദിക്കും. അപ്പോൾ ഡിഫറൻസ് ചോദിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ഭാഗങ്ങളായിട്ട് നമ്മൾ എഴുതാൻ വേണ്ടി ശ്രമിക്കണം, ഏത് ഡിഫറൻസ് ചോദിച്ചാലും. അപ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒരു നല്ല അട്രാക്റ്റീവായി തോന്നും. അതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ വേണ്ടി പറയുന്നത്. പിന്നെ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ പ്രൊഡക്റ്റ്, അതേപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റ്, അതേപോലെ തന്നെ മാർജിൻ പ്രൊഡക്റ്റ്, TP, AP ആൻഡ് MP. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക TP MP തമ്മിലുള്ള ബന്ധം, അതേപോലെ തന്നെ MPയും അതേപോലെ തന്നെ AP തമ്മിലുള്ള ബന്ധം കാണിക്കാനുള്ള ഒരു കാൽക്കുലേഷൻ ആയിരിക്കും ചോദിക്കുക. അതായത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എന്നിട്ട് ബാക്കി രണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കും. ഇതൊരു 3 മാർക്കിനൊക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചാൽ മതി. ഈ ചാപ്റ്ററിലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും ഒരു essay ചോദിക്കാനാണ് ചാൻസ്. ഒരു 8 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ ഒരു essay എന്തായാലും വരും. ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഓർ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിൽ നിന്ന് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡയഗ്രാം വരക്കാൻ വേണ്ടി ചോദിക്കും, അതേപോലെ തന്നെ ഡെഫിനിഷൻസ് ചോദിക്കും. അതിന് 3 ഘട്ടങ്ങളുണ്ട്, 3 സ്റ്റേജ് ഉണ്ട്, അതും ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഡയഗ്രാമോട് കൂടി ആദ്യം ഡയഗ്രാം വരയ്ക്കുക, പിന്നെ 1, 2, 3 ഘട്ടം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് റിട്ടേൺ ടു സ്കെയിൽ, അതായത് തോതിനനുസരിച്ചുള്ള ആദായം. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രധാനമായിട്ടും 3 ഘട്ടങ്ങൾ ഇതിൽ പറയുന്നുണ്ട്, അതായത് IRS, CRS, അതേപോലെ തന്നെ DRS. അതായത് വർദ്ധിത നിരത്തിലുള്ള ആദായം, അതേപോലെ തന്നെ സ്ഥിര നിരത്തിലുള്ള ആദായം, കുറഞ്ഞ നിരത്തിലുള്ള ആദായം. അപ്പോൾ ഈ ഒരു ഭാഗം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചേക്കണം. പിന്നെ മറ്റൊരു essay ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, 3ാമത്തെ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരും. 2ാമത്തെ ചാപ്റ്റർ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു essay ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഒരു കർവ് വരക്കാൻ വേണ്ടി ഒരു ചോദ്യം വരും. അതായത് ഒബ്സർവ് ദ സ്കെഡ്യൂൾ. നിങ്ങൾക്കൊരു പട്ടിക തരും, ആ പട്ടിക നിങ്ങൾ നോക്കിയിട്ട് അതിന് 2 രീതിയിൽ ചോദ്യം വരാം. ഒന്ന്, ആ സ്കെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, ആ പട്ടിക കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യം വരും. അതേപോലെ തന്നെ ഡ്രോ TFC, TVC ആൻഡ് TC കർവ്സ് ഓൺ ദ സെയിം ഡയഗ്രാം. അപ്പോൾ ഇൻപുട്ട് തന്നിട്ട് ഏതെങ്കിലും 2 കർവ് വരക്കാൻ വേണ്ടി നിങ്ങളോട് എന്ത് ചെയ്യും, ചോദിക്കും. അപ്പോൾ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് 3rd ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഞാൻ വീണ്ടും പറയുന്നു, 2nd ആൻഡ് 3rd നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അതിലൊരു ഭാഗവും നിങ്ങൾ ഒഴിവാക്കരുത്. ഇനി നമ്മുടെ 4ാമത്തെ ചാപ്റ്ററാണ് പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഉൽപ്പാദന യൂണിറ്റിനെ കുറിച്ചുള്ള സിദ്ധാന്തം, തിയറി ഓഫ് എ ഫേം അണ്ടർ ദ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇതിൽ നിന്ന് നമ്മൾ എന്തായാലും ഷുവറായിട്ട് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതിൻ്റെ ഡെഫിനിഷനും ഫീച്ചേഴ്സും ചോദിക്കും. അതായത് പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ സവിശേഷത, അതേപോലെ തന്നെ അതിൻ്റെ നിർവചനം. മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കാനാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അതിൽ നിങ്ങൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനോട് കൂടി എന്ത് ചെയ്യണം, അതിന് ആൻസർ ചെയ്യണം. മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഡിറ്റർമിനൻസ് ഓഫ് ഫേം സപ്ലൈ കർവ്. അതിൽ നിന്ന് ഷട്ട് ഡൗൺ പോയിന്റ്, ബ്രേക്ക് ഇവൻ പോയിന്റ്, സപ്ലൈ ആൻഡ് മാർക്കറ്റ് സപ്ലൈ. ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ എഴുതാൻ വേണ്ടി ചോദിക്കും. അതേപോലെ തന്നെ സ്കെഡ്യൂൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. മാർക്കറ്റ് സപ്ലൈയുടെ കർവ് വരക്കാൻ വേണ്ടിയിട്ടും ചോദിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പ്രൈസ് ഇലാസിറ്റി ഓഫ് സപ്ലൈ. പ്രൈസ് ഇലാസിറ്റി ഓഫ് സപ്ലൈയിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മാർക്കിനും ചോദിക്കും. അതിൻ്റെ നേച്ചർ 1 മാർക്കിനും ചോദിക്കും. ഇങ്ങനെ ടോട്ടൽ ഒരു 4 മാർക്കിനായിരിക്കും ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഇനി ഇൻ കേസ് ഇങ്ങനെ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അതിൻ്റെ 5 ഡിഗ്രീസ് ഉണ്ട്, 5 ഡിഗ്രികളുണ്ട്. അത് എഴുതാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കുക. നിങ്ങൾ ചിത്രം വരക്കേണ്ടി വരും, ഡിഗ്രി എഴുതേണ്ടി വരും. അതൊരു റയർ ചാൻസ് ആണ്. എന്നിരുന്നാലും അതിൻ്റെ കാൽക്കുലേഷനും അതേപോലെ തന്നെ അതിൻ്റെ നേച്ചറുമായിരിക്കും പ്രധാനമായിട്ടും ചോദിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 4th ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മുടെ 5ാമത്തെ ചാപ്റ്ററാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം, കമ്പോള സന്തുലിതാവസ്ഥ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ. എക്സസ് ഡിമാൻഡ് എക്സസ് സപ്ലൈയും 2 മാർക്കിന് ചോദിക്കും. അത് 2ന്റെയും ഡെഫിനിഷൻ ആണ് ചോദിക്കാൻ ചാൻസ്. മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് ദ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ്. ഇതൊരു 3 മാർക്കിന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചോദിക്കാം. അതായത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും പ്രൈസും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 3 മാർക്കിനും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം. മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് 100% നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് ഷിഫ്റ്റിംഗ് ഡിമാൻഡും ഷിഫ്റ്റിംഗ് സപ്ലൈയും. ഇതിൽ ഏതെങ്കിലും ഒന്ന് വരക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ വരിക. മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ് പ്രൈസ് സീലിംഗ്, അതേപോലെ തന്നെ പ്രൈസ് ഫ്ലോറും വിലപരിധിയും തറവിലയും. ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കുക ഡെഫിനിഷൻസ് 2ന്റെ എഴുതാൻ വേണ്ടി ചോദിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഡയഗ്രാം വരച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചോദിക്കും. അതല്ലെങ്കിൽ 2 തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് പ്രൈസ് സീലിംഗും അതേപോലെ തന്നെ പ്രൈസ് ഫ്ലോറും വിലപരിധിയും അതേപോലെ തന്നെ തറവിലയും. അപ്പോൾ ഇതൊക്കെയാണ് 5ാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. നമ്മുടെ 2nd ഇയർ എക്കണോമിക്സിന്റെ പാർട്ട് 2 മാക്രോ എക്കണോമിക്സ്, അതിലെ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റത്തെ ചാപ്റ്റർ, അതായത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം. അതിൽ നമ്മൾ ഒരു ഷോർട്ട് എസ്സേ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിന്റെ സാധ്യതകൾ, സ്കോപ്പുകൾ അല്ലെങ്കിൽ പഠന മേഖലകൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കും. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ള ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കും. പിന്നെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്റർ നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കേണ്ട ഒരു കമ്പൽസറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആവിർഭാവം.
അതൊരു 2-3 മാർക്കിനായിരിക്കും ചോദിക്കുക. അതേപോലെ തന്നെ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് മേജർ സെക്ടർ ഓഫ് ദ എക്കോണമി, അതായത് സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട മേഖലകൾ 4 മേഖലയുള്ളത്. ഇത് 2 മാർക്കിനോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ഒരു 3-4 മാർക്കിനോ ചോദിക്കും. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ആണ് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻറ്റ് 100% വരും. ഒന്ന് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, അതേപോലെ തന്നെ മേജർ സെക്ടർ ഓഫ് എക്കോണമി. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. മാക്രോയിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ദേശീയ വരുമാനം കണക്ക് കൂട്ടൽ, അതായത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഇതിൽ നിന്ന് നമ്മൾ എന്തായാലും ഒരു 2 അല്ലെങ്കിൽ ഒരു 3 മാർക്കിന് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഗുഡ്സ്, ചരക്കുകളുടെ തരംതിരിവ്. അത് ചിലപ്പോൾ ഡെഫിനിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനാണ് പ്രതീക്ഷിക്കേണ്ടത്. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ്, അതായത് സ്റ്റോക്കും ഫ്ലോസും തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ വേണ്ടിയിട്ട് ഒരു 4 മാർക്കിന് ഒരു ചോദ്യം ചോദിക്കും. പ്രധാനമായിട്ട് എക്സാമ്പിൾ തന്നിട്ട് അതിനെ യോജിച്ച ഒരു ടൈറ്റിൽ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരിക. ഇതൊരു 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ പിന്നെ ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, സമ്പദ് വ്യവസ്ഥയുടെ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം. അതിൽ പ്രധാനമായിട്ടും ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 മാർക്കിനായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് GDP ഓർ നാഷണൽ ഇൻകം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, ദേശീയ വരുമാനം അഥവാ GDP കണക്കാക്കാനുള്ള മാർഗ്ഗങ്ങൾ. അത് നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. ആ 3 മാർഗ്ഗങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു 6 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 3 മാർക്കിനും ചോദിക്കാം. ദെൻ ഇത് കൂടാതെ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് GDP ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് വെൽഫെയർ, ക്ഷേമത്തിൻ്റെ ഒരു സൂചിക എന്നുള്ള ഒരു GDP എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ എങ്ങനെയാണ് GDP ഒരു ക്ഷേമത്തിൻ്റെ അളവുകോലായിട്ട് കണക്കാക്കുന്നത് എന്നുള്ളത് അവിടെ വിവരിക്കണം. അതേപോലെ തന്നെ അത് വിമർശിക്കപ്പെടാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്, അതും എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ചാപ്റ്റർ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് നമ്മുടെ മാക്രോയിലെ 3ാമത്തെ ചാപ്റ്ററാണ് പണവും ബാങ്കും. താരതമ്യേന ഒരു ഈസി ആയ ചാപ്റ്ററും ഒരുപാട് മാർക്കിന് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ പാർട്ട് 1 ഒക്കെ കുറച്ച് ടഫുള്ള കുട്ടികൾക്ക് പാർട്ട് 2 ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാനും വിജയിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ നിങ്ങൾ ഫുള്ളായിട്ട് പഠിക്കാം. എന്നിരുന്നാലും ഈ ചാപ്റ്ററിൽ നിന്ന് വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റേഷൻ ഓഫ് ബാർട്ടർ സിസ്റ്റം, ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെയെന്നുള്ളത് ചോദിക്കും. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പണത്തിൻ്റെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ഓഫ് മണി. അതൊരു 6 മാർക്കിനാണ് ചോദിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ 2 രീതിയിലുള്ള ഫങ്ഷൻസ് ഉണ്ട്, പ്രൈമറിയും സെക്കൻഡറിയും. അത് രണ്ടും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, അതിനുള്ള പോയിന്റുകളും പഠിച്ചു വെക്കുക. ദെൻ 3ാമതായിട്ട് പിന്നെ ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിമാൻഡ് ഫോർ മണി, പണത്തിൻ്റെ കൈമാറ്റ ചോദനം. അതൊരു എസ്സെ ചോദിക്കാനാണ് ചാൻസ് കൂടുതലുള്ളത്. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണെന്ന് ചോദിക്കും. അത് പ്രധാനമായിട്ടും ലിക്വിഡിറ്റി ട്രാപ്പിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡയഗ്രാം ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ കോൺസെപ്റ്റ് ഓഫ് മണി സപ്ലൈ. ഇതിൽ ഏതാണ് ബോർഡ് ഏതാണ് നാരോ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഹിൻസ് തരും M1, M2, M3 ആൻഡ് M4. ഒരു സമയത്ത് രാജ്യത്തുള്ള മൊത്തം ജനങ്ങളുടെ കയ്യിലുള്ള പണത്തിൻ്റെ സ്റ്റോക്കിനെയാണ് നമ്മൾ മണി സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട അളവുകളാണ് M1, M2, M3, M4. ഇങ്ങനെ ഹിൻസിൻ്റെ സഹായത്തോടു കൂടിയും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രതീക്ഷിക്കാം. ദെൻ പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കേണ്ട മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, താരതമ്യേന ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, അതായത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്തൊക്കെയെന്നുള്ള ചോദിക്കും. പ്രധാനമായിട്ടും 3 രീതിയിലുള്ള ധർമ്മങ്ങളുണ്ട്. ഒന്ന് പ്രാഥമിക ധർമ്മം, അതേപോലെ തന്നെ ദ്വിതീയ ധർമ്മങ്ങൾ, ദെൻ വികസന ധർമ്മങ്ങൾ. അത് ഓരോന്നിൻ്റെയും ഇടയിൽ എന്താണ് വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതൊരു 6 മാർക്കിനായിരിക്കും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് 3rd ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് നമ്മുടെ മാക്രോയിലെ 4ാമത്തെ ചാപ്റ്ററാണ് വരുമാനവും തൊഴിലും നിർണ്ണയിക്കൽ, ഇൻകം ഡിറ്റർമിനേഷൻ. ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്റ്റാൻഡും അതേപോലെ തന്നെ എക്സ്പോസ്റ്റും എന്താണെന്നുള്ളത് ചോദിക്കും. അത് 2 മാർക്കിനാണ് ചോദിക്കുക. അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് MPC ആൻഡ് MPS. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഡെഫിനിഷൻ ചോദിക്കും, അതേപോലെ തന്നെ അതിന്റെ ഇക്വേഷൻസും ചോദിക്കും. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പ്രധാനമായിട്ട് ഡെഫിനിഷൻ അല്ലെങ്കിൽ ഡയഗ്രാം എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക. ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇൻ എ 2 സെക്ടർ എക്കോണമി. ഇതിൽ തന്നെ നമ്മുടെ ഹൗസ് ഹോൾഡ് അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്, അതിൽ ഏത് കോമ്പോണൻസ് ആണ് നമ്മൾ എടുക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഡയഗ്രാം കൂടി പഠിച്ചു വെക്കണം കേട്ടോ, അത് തെറ്റിച്ച് വെക്കരുത്. അപ്പോൾ അതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് പാരഡോക്സ് ഓഫ് തെഫ്റ്റ്, അതായത് മിതവ്യയത്തിന്റെ വിരോധാഭാസം. ഇതിൽ പ്രധാനമായിട്ടും ഇതിന്റെ ഡെഫിനിഷൻ ആയിരിക്കും ചോദിക്കുക. 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് മാക്രോയിലെ 4th ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മുടെ മാക്രോയിലെ 5ാമത്തെ ചാപ്റ്ററാണ് സർക്കാർ ബജറ്റും സമ്പദ് വ്യവസ്ഥയും. ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഗവൺമെന്റിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ചോദിക്കും. സർക്കാരിന്റെ ബജറ്റിന്റെ ലക്ഷ്യങ്ങൾ, പ്രധാനമായിട്ട് 3 ലക്ഷ്യങ്ങളുള്ളത്. അത് 3ഉം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വരും. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്. ഇതൊരു 100% എന്ന് പറയില്ല, എന്നാലും ഈ ക്വസ്റ്റ്യൻ കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. അത് ഒരു ഷോർട്ട് എസ്സേ ടൈപ്പിലാണ് ചോദിക്കുക. അതായത് ഏതൊക്കെ തരത്തിലുള്ള ബജറ്റുകളുണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്
ബജറ്റിൻ്റെ ഘടകങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു എസ്സേ ആയിട്ട് ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 8 മാർക്കിന് വരെ ഈ ക്വസ്റ്റ്യൻ വന്നേക്കാം. ബജറ്റിൻ്റെ ഘടകങ്ങൾ, അപ്പോൾ നിങ്ങളത് കറക്റ്റ് അതിന് ചാർട്ടൊക്കെ വരച്ച് അങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കണം. ദെൻ മറ്റൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മെഷേഴ്സ് ഓഫ് ഗവൺമെൻറ് ഡെഫിസിറ്റ്, അതായത് സർക്കാർ കമ്മിയുടെ അളവുകൾ. ഇതിൽ പ്രൈമറി അതേപോലെ തന്നെ ഫിസിക്കൽ ദെൻ റവന്യൂ ഡെഫിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കണം. ഇത് കൂടാതെ ചിലപ്പോൾ 2 മാർക്കിന് ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടി ചോദിക്കട്ടോ, അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മുടെ മാക്രോയിലെ അല്ലെങ്കിൽ നമ്മുടെ പ്ലസ് ടു എക്കണോമിക്സിലെ അവസാനത്തെ ചാപ്റ്ററാണ് തുറന്ന സമ്പദ് വ്യവസ്ഥ, ഓപ്പൺ എക്കോണമി. ഇതിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് BOP അതേപോലെ തന്നെ BOT. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കും. അതായത് വ്യാപാര ശിഷ്ടവും അതേപോലെ തന്നെ അടവ് ശിഷ്ടവും, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയെന്നുള്ളത് ചോദിക്കും. ദെൻ മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ 2 മാർക്കിന് എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഒരു 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വരും. ദെൻ ഇത് കൂടാതെ ചിലപ്പോൾ ഒരു 2 മാർക്കിന് ചിലപ്പോൾ എന്താണ് 3 ലിങ്കേജസ് എന്നുള്ളത് ചിലപ്പോൾ ചോദിക്കും. അതായത് ഓപ്പൺ എക്കോണമി 3 ലിങ്കേജസ്, അതൊരു 3 മാർക്കിനാണ് ചോദിക്കുക. പിന്നെ ഒരു 6 മാർക്കിന് നമ്മളൊരു ഷോർട്ടസ്റ്റ് പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് മെത്തേഡ് ഓഫ് ഡിറ്റർമൈനിങ് ദ എക്സ്ചേഞ്ച് റേറ്റ്, അതായത് വിനിമയ നിരക്ക് നിശ്ചയിക്കുന്ന രീതികൾ. ഇതിൽ ഫിക്സ്ഡും അതേപോലെ തന്നെ ഫ്ലെക്സിബിളും ഒക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുക. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. കൂടാതെ ചിലപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലെ EPF അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ നന്നായിട്ട് പരീക്ഷ ചെയ്താൽ, നമുക്കറിയാം പ്ലസ് ടു എക്കണോമിക്സ് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, പക്ഷേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.